ഹായ്, ഐം നതാഷ, യുവർ കോണ്ടന്റ് മാർക്കറ്റിംഗ് കോച്ച്. ഇന്ന് ഞാനൊരു ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കാനോ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ടൈപ്പ് കോണ്ടന്റുകളാണ് നിങ്ങൾ പൊതുവെ വ്യൂ ചെയ്യാറ്? അതായത് കണ്ടന്റിൻ്റെ ഫോർമാറ്റാണ് കേട്ടോ ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് യു ഗൈസ് നിങ്ങൾ കൂടുതലും വീഡിയോ കോണ്ടന്റുകളായിരിക്കും പലപ്പോഴും ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ വീഡിയോ കോണ്ടന്റുകളായിരിക്കും കൂടുതലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയാനും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കാനും നിങ്ങൾ കാണാറുണ്ടാവാം. ഇന്ന് നമ്മൾ നോക്കുന്നത് കോണ്ടന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ അകത്ത് വീഡിയോ മാർക്കറ്റിംഗ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എൻഗേജ്മെൻറ്റ്. എന്താണ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്? സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ആണ് ഓഡിയൻസിന് മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് 10 times ബെറ്റർ അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കമ്പയർ ടു എ ലെങ്തി ബ്ലോഗോ അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റോ കൊടുക്കുന്ന സമയത്ത് അവർ കാണിക്കുന്ന ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഒരു താല്പര്യം വീഡിയോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. അതായത് 10 times മോർ ആണ് അവിടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഫോബ്സ് അവർ പറയുന്നത്, ഇഫ് യു ആർ പ്ലാനിങ് ടു സെൽ യുവർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് വീഡിയോ മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 27% നിങ്ങളെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂടാനും അതേപോലെ തന്നെ 34% നിങ്ങളെ കൺവേർഷൻ റേറ്റ് കൂടാനും പോസിബിലിറ്റി ഉണ്ട് ഇഫ് യു ആർ യൂസിങ് വീഡിയോ മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ അവർ പറയുന്ന വേറൊരു വാല്യൂ കൂടെ ഉണ്ട്. അതായത് 64% ആൾക്കാരും, തിങ്ക് അബൌട്ട് ദ വാല്യൂ, 64% ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ നിങ്ങളെ കൺസ്യൂമേഴ്സ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ മനസ്സിലാക്കുന്ന സമയത്ത് അവർ വീഡിയോ എന്നുള്ളൊരു ഫോർമാറ്റിനെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ്, എൻഗേജ്മെൻറ്റ് എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ് നോക്കുമ്പോൾ SEOനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ? യു നോ എ സീക്രട്ട്? ഗൂഗിൾ ലവ്സ് വീഡിയോസ്. അതായത് ഇത്രയേ ഉള്ളൂ, നിങ്ങളെ വീഡിയോസുകളെ പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തതാണെങ്കിൽ അത് നിങ്ങളുടെ സെർച്ച് എഞ്ചിൻസിൻ്റെ അകത്ത്, അതായത് നിങ്ങളുടെ സെർച്ച് എഞ്ചിൻസിൻ്റെ അകത്ത് വെബ്സൈറ്റുകളെ കൂടുതൽ ഓഡിയൻസിലേക്ക് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസുകൾ നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, വീഡിയോ ഹെൽപ്സ് ഇൻ SEO ബൂസ്റ്റിംഗ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഇമ്പാക്ട്സ് ആണ്. യു നോ വാട്ട്? വീഡിയോസുകളെ സോഷ്യൽ മീഡിയയുടെ അകത്ത് സെലിബ്രിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. യു ഹേർഡ് ഇറ്റ് റൈറ്റ്, വീഡിയോസിനെ സോഷ്യൽ മീഡിയക്കകത്ത് സെലിബ്രിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. കാരണം നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു കണ്ടന്റ് കാണുന്ന സമയത്ത് അത് വീഡിയോസുകളാണെങ്കിൽ, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഷെയർസ്, അതിൻ്റെ കമൻറ്റ്സ്, അതിൻ്റെ ലൈക്സ് വളരെയധികം കൂടുതലായിരിക്കും കമ്പയർ ടു എനി അതർ ഫോർമാറ്റ്. സോ മൂന്നാമത്തെ പോയിന്റ് അതാണ്, സോഷ്യൽ മീഡിയ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്ന സാധനമാണ് ബ്രാൻഡ് അവയർനെസ്. സി, നമ്മൾ കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കണ്ടന്റ് കൺസിസ്റ്റൻസി എന്നുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസുകളാണ് നിങ്ങൾ ഓഡിയൻസിന് മുന്നിലോട്ട് കൊടുക്കണതെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി അവരുടെ മൈൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡ് ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ വേണ്ടി താല്പര്യപ്പെടുന്നതാണെങ്കിൽ നിർബന്ധമായിട്ടും വീഡിയോ എന്നുള്ളൊരു ഫോർമാറ്റിന് മുകളിൽ നിങ്ങൾ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ഫൈനലി ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് പറയുന്നത് കൺവേർഷൻ റേറ്റ് ആണ്. നിങ്ങളതിനെ ആലോചിച്ച് നോക്കാം, ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും നോക്കുന്നൊരു സാധനമുണ്ട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ. അത് വീഡിയോസുകളായിരിക്കും മിക്കവാറും കാണാം. ടെസ്റ്റിമോണിയൽസുകൾ, അതും നമ്മൾ വീഡിയോസുകളാണ് കാണുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നമ്മളെ കൺവേർഷൻസിനെ ട്വൈസ് സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നമ്മൾ വീഡിയോ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു 5 പോയിന്റ് നിർബന്ധമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വരണം. സോ ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ, വീഡിയോ മാർക്കറ്റിംഗ് ഇസ് നോട്ട് ജസ്റ്റ് എ ട്രെൻഡ്, ഇറ്റ് ഈസ് ആക്ച്വലി എ ഗെയിം ചേഞ്ചർ ഫോർ യുവർ ബിസിനസ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് വളരെ നന്നായിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എന്നുള്ള ഫോർമാറ്റിനെ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യരുത്. ഈ രീതിയിലുള്ള ഇൻഫർമേഷൻസുകൾ അറിയാൻ വേണ്ടിയിട്ട് CDയുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.